കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ? താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങി കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിലായാലും തെക്കിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്ത് ദുരിതാശ്വാസനിധി പേമാരി പേമാരി പേമാരി. പിരിവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത വാങ്ങിയ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് 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 നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണ അല്ലട പൊപ്പ. ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണിന്ന. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്തോ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections not to questions or answers in the nation rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേരും ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തേ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി ഒരു ചായ. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലൂത്തത്തില്ല. അന്തോണി അവിടെ നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടല്ല, ഞാനിങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാൻ അതൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മെ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കല്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടെന്ന് കൂട്ടിക്കോളൂ. എണ്ണി എടുത്തോ, ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവരുടെ പേര് തന്നെ തിരുവന്തോണി. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ. വാഴക്കുല വേണോ ജഗതമ്മേ? വേണോന്നോ? പിന്നെന്തിനാ അതോടെ കൊണ്ടുവന്നേ? എങ്കിൽ എണ്ണ എടുത്തിട്ട് കാശിങ്ങതാ. പൗലോസ് ചേട്ടൻ നിന്നെ എണ്ണയാ മതി. എന്നിട്ട് അതിന്റെ വില പെട്ടിന്നെടുത്തു. കൈ ഒഴിയാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല അതെറ്റ് ആരെയും വിശ്വസിക്കരുത്.
ജഗദമ്മയുടെ കൈ ഒഴിയുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കുമോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധ്യയ്ക്ക. അതെ, പ്രസിഡന്റിന് ഈ പ്രശ്നം മത്തായി മുതലാളിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. അയാള് വെറും മത്തായി അല്ല, കാട്ടുമത്തായി തന്നെയാണ്. ഉദാരമായി സംഭാവനയാണ് സാർ, ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 756 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 7 പേരിൽ ഒരാള് പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ട് നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. ഇവൻ എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ ചെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണി വല്ലതും അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ. അതെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ. ബാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞിരുന്നില്ല ഭാഗ്യം. കണ്ട, ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറോണ്ടേ, കർണാടക ടൊറോണ്ടേ, ആന്ധ്ര ടൊറോണ്ടേ, തമിഴ്നാട് തൊണ്ടടേ. ഒരു കാര്യം പൗലോസേട്ടൻ മനസ്സിലാക്കണം. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷൂർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ല പോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണും. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചു കൊടുക്കും അല്ലേ? ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ, വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര്? കാണാനൊക്കെ മിടുക്കനാണ്. അയ്യോ പിന്നെ, ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ? ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഇനി ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ.
ദേ, ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത MLA ആണ്. ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ 2 പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച 2 വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താനെന്താ പറയുന്നത്? 2 കൊല്ലത്തിന് ഞാൻ മരിച്ചു പോകുന്നു. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല. അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഓരോടുന്ന് താൻ ആരോടാണ് സംസാരിക്കുന്നറിയോ? ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിച്ചിട്ട് കാര്യമില്ല. ആ എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ആ, ഇതെന്താ ബാങ്കോ? ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല. ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐസ്. വന്നാട്ടെ സർ, വരണം സർ, വന്നാട്ടെ, ഇരിക്കണം, ഇരിക്കണം സർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ? കിളിവാടിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി. ഈ ബസ് കിളിവാടിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ആ, നിങ്ങളകത്ത് പോയിരിക്കണം. ബസ് കിളിവാടിയിൽ ചെന്ന് നിൽക്കും. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ബസ് ഞങ്ങൾ കൊണ്ടുപോകും. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കൊണ്ടുപോകും. ഞങ്ങൾ കയ്യും കെട്ടി നിന്ന് തരാം. നിങ്ങൾ ഇനി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകുന്നത് തെറ്റ് തന്നെയാണ്. ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ചോ. അത് മറ്റൊരു കാര്യം. അന്യന്റെ സ്വത്ത് ബലം പ്രയോഗിച്ച് കൈയടക്കി കൂടാ, അത് തെറ്റ് തന്നെയാണ്. ഇങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പോ കുറച്ച് ബലം അങ്ങോട്ടും പ്രയോഗിക്കാന്ന് വെച്ചോ, അതിന് വലിയ തെറ്റൊന്നുമില്ല. അത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറു കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുരിശയെ തൂങ്ങേണ്ടി വന്നത്. ആദ്യം അടിച്ചപ്പോ തന്നെ ആ കൈ പിടിച്ച് കുത്തി ഒടിച്ചിരുന്നെങ്കിൽ പിന്നെ കുരിശി ഉമക്കണോ, തൂങ്ങണോ? ആഹാ,
ശരിയായിപ്പോയി. പൗലോസ് ഇവരെക്കാളും വിഷമക്കാരനാണല്ലോ. കർത്താവ് പറഞ്ഞത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണച്ചോ. കാട്ടുമത്തായിമാർക്കൊക്കെ കർത്താവുണ്ടോ, കുരിശുണ്ടോ, പള്ളിയുണ്ടോ, പട്ടക്കാരുണ്ടോ? അവർക്ക് എല്ലാറ്റിലും വലുത് കാട്ടുതടി വെട്ടലും കഞ്ചാവ് കൃഷിയുമാണച്ചോ. അച്ഛൻ പൊറുക്കണം. പൗലോസ് മനസ്സിലാക്കി വെച്ചത് പൗലോസ് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പൗലോസ് ആണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കണ്ടോ, ഉടനെ കുരിശെടുത്ത് പൗലോസിന്റെ തോളിൽ വെച്ച് തന്നു. എന്താ, എന്തു പറ്റി? ഇവര് സർക്കിൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞയച്ചിട്ട് വന്നവരാ. ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. മത്തായി മുതലാളിയുടെ ബസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ലച്ചോ. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് ബസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. എന്ത് സമാധാനം ഉണ്ടാക്കണം? തല്ലിയതിന് പകരം തല്ലണോ? എന്ന് പറഞ്ഞില്ല, തല്ലിയതിന് മാപ്പ് പറയെങ്കിലും വേണം. ബസ്സിലെ ജോലിക്കാരല്ലേ തല്ലിയത്? അവരെയൊക്കെ മുതലാളി പിരിച്ചുവിട്ടു. പിന്നെ ആര് വന്ന് മാപ്പ് പറയണമെന്നാ പറയുന്നത്? ജോലിക്കാരെ മാത്രമല്ലേ പിരിച്ചുവിട്ടുള്ളൂ, മുതലാളിയില്ലേ? മുതലാളി വന്ന് മാപ്പ് പറഞ്ഞാൽ മതി. അത് മാത്രം പോരാ, ഇനി മുതൽ ബസ് കിളിവാടി വരെ ഓടിക്കാമെന്ന് ഉറപ്പും തരണം. ഈ രണ്ട് ആവശ്യങ്ങളും വെറും ന്യായം മാത്രമാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ പരമാനന്ദം പിള്ള ചേട്ടാ? അത് നടന്നില്ലെങ്കിൽ ബസ് കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ഈ കാര്യത്തിൽ അത്ര വലിയ വാശിയൊന്നും കാണിക്കേണ്ട സണ്ണി. അവര് ബസ് കൊണ്ടുപോയിക്കോട്ടെ. അച്ഛൻ ഇങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടച്ചോ. കിളിപാടി വരെയുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ ഇടയ്ക്കിറക്കി വിടുന്നതും പോരാ, നമ്മുടെ കുട്ടികളെ തല്ലി കേടുവരുത്തുകയും ചെയ്തു. അതിനൊന്നും ഒന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത ഒരാളുടെ മുൻപിൽ ഞങ്ങളൊക്കെ തോറ്റു കൊടുക്കണമെന്ന് അച്ഛനെ പോലെ ഒരാൾ പറയരുത്. എല്ലാറ്റിനും ഒരു ന്യായമില്ലച്ചോ. അച്ഛൻ എന്ത് പറയുന്നു? ഇവര് പറയുന്നതിൽ അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ നിർബന്ധിച്ച് ഇവരെ അനുസരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ മത്തായി മുതലാളി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ഉറപ്പ് തന്നാലേ ബസ് വിട്ടു തരൂ, അല്ലേ? അതെ, അല്ലാതെ ഞങ്ങൾ ബസ് വിട്ട് തരില്ല. ശരി, ഞങ്ങൾ അവിടെ ചെന്ന് പറയാം. വളരെ ചെറിയ കാര്യമാണ്. മത്തായി ഒന്ന് ഇവിടം വരെ വന്നുപോയാൽ കാര്യം തീർന്നു. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് പറയാച്ചോ. വരട്ടെ. ഞാൻ ചെന്ന് അവരോട് മാപ്പ് പറയണോ? അതിന് ഞാൻ ഇനി രണ്ടാമത് ഒന്നുകൂടി ജനിക്കണം. ഞാൻ പണം മുടക്കി വാങ്ങിയ ബസ്സാണെങ്കിൽ ഞാനത് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് സർക്കാരും പോലീസും എന്തിനാ? ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിന് ഇന്ന് വേണം. ശരി, വേഗം വിളിക്കും. ഹലോ, തമ്പിയല്ലേ? ഞാൻ മത്തായി. ഞാൻ അവിടെ ചെന്ന് മാപ്പ് പറയാതെ അവർ ബസ് വിട്ടുതരില്ലത്രേ. ആ, ബസ് കൊണ്ടുവരാൻ പോയ പോലീസുകാർ തിരിച്ചു വന്നു. DSP എന്താ ആലോചിക്കാൻ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ലീവിലല്ലേ? പോലീസ് പാർട്ടിയോട് ഒന്നിച്ച് നിങ്ങൾ പോയാൽ മതി. ഇതെന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്റെ ബസ് ഇവിടെ കൊണ്ടു തരാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അത് പറയണം. ഞാൻ വേറെ മാർഗം നോക്കിക്കോളാം. ശരി, എങ്കിൽ വേഗം പോണം. എന്തിന് ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി? തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ? മോളെ, മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാനാ? ആ ബാബാ. ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണമെന്ന് പറയുന്നു? ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ. അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചു തരും. ആ മോളെ, ദാ നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ആ ക്ലാരമ്മേ, ആ അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി അറപ്പിൽ ഔസേപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? തന്നെ.
അച്ഛൻ ഉടനെ അങ്ങോട്ടൊന്ന് വരണം. എന്താ, എന്ത് പറ്റി? ബസ് കൊണ്ടുപോകാൻ വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടറും കുറെ പോലീസുകാരും വന്നിട്ടുണ്ട്. നാട്ടുകാരും കൂടിയിട്ടുണ്ട്. പോലീസുകാർ തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ എന്താ സാർ? ഞങ്ങൾ ഈ ബസ് കൊണ്ടുപോകാൻ വന്നതാണ്. അച്ഛൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടനെ ചെയ്യണം. 10 മിനിറ്റ് സമയം ഞാൻ തരും. അത് കഴിഞ്ഞാൽ ബസ് ഞാൻ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ ഫോഴ്സോടും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള തോക്ക് കണ്ടല്ലോ, ഇത് കളിത്തോക്കല്ല. അത് മറക്കാതിരുന്നാൽ നന്ന്. ശരി, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ.